നമസ്കാരം. സൗദി ജയിലില് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി 34-35 കോടി രൂപയോളം സംഭാവന ചെയ്തത് മലയാളികളാണ്. 2-3 ദിവസം കൊണ്ടായ എമൗണ്ട് എത്തിയത്. അത് അബ്ദുറഹീം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോടുള്ള 10-18 വർഷമായി ജയിലിൽ കഴിയുന്ന ആ അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരനുള്ള ജീവന് വേണ്ടി മലയാളികൾ കൊടുത്ത വില തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അത് ഞാൻ നിനക്ക് തന്നത് നീ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാനാണ് എന്ന മട്ടിൽ അബ്ദുറഹീമിനെ വിമർശിച്ചുകൊണ്ട് മറ്റ് കമന്റുകളുടെ അല്ലെങ്കിൽ മറ്റ് വാർത്തകളുടെ താഴെ, മറ്റ് ചാനൽ വാർത്തകളുടെ താഴെ കമന്റുകളായി വരാൻ തുടങ്ങിയാൽ ഈ കൊടുത്തവന്മാരെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത്, 10-18 വർഷമായി അബ്ദുറഹീം ജയിലിലാണ്. ആ ജയിലിൽ കിടക്കുന്ന ആ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഉമ്മ ഇവിടെ നിന്ന് ഒന്ന് രണ്ടാളെയും കൂട്ടിക്കൊണ്ട് നേരെ സൗദിയിലെ ജയിലിലെത്തുന്നു. അവിടെ എത്തിയപ്പോ അബ്ദുറഹീം പറഞ്ഞത്ര എനിക്ക് ഉമ്മാനെ ഇപ്പൊ കാണണ്ട എന്ന്. ജയിൽ അധികൃതർ എത്ര നിർബന്ധിച്ചിട്ടും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുങ്ങിയിട്ടും ആ ഉമ്മാനെ കാണാൻ, അവിടെ വന്നവരെ കാണാൻ അബ്ദുറഹീം തയ്യാറായില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അങ്ങനെ തയ്യാറാകാത്തത് കൊണ്ട് ഉമ്മാനോട് സ്നേഹമില്ലാത്ത ആളാണ്, ഉമ്മാനെ കളഞ്ഞ ആളാണ് എന്ന മട്ടിലൊക്കെ വളരെയേറെ പ്രചരണങ്ങൾ അടിച്ചുവിടുന്നു. പറയുന്നത് ഈ ഉമ്മാന്റെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് 35 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നത് എന്നാണ്. ശരിയായിരിക്കാം. പക്ഷെ അബ്ദുറഹീം ഇതിനു മുമ്പ് അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച പല വോയിസുകളും ഇതിനു മുമ്പെന്റെ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ, ആ വോയിസിൽ വളരെ വ്യക്തമായി അബ്ദുറഹീം പറയുന്നുണ്ട്, 34 കോടി രൂപയായിരുന്നു നമുക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിരുന്നത്. ആ 34 കോടി രൂപ കഴിച്ചാൽ ഇവിടെ കെട്ടിവെക്കാനായി മലയാളികൾ, സജ്ജനങ്ങൾ കൊടുത്തിട്ടുള്ള പണം, ആ ആവശ്യത്തിലേക്ക് നൽകിയ പണത്തിൽ ഏറെ വന്നിട്ടുള്ള പണം 1 രൂപ മറ്റൊരാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കരുത്. അതിൽ നിന്ന് 1 രൂപ എനിക്ക് വേണ്ടി എടുക്കരുത്. ആരിൽ 1 രൂപ എടുത്ത് ടൂർ അടിക്കാൻ നിൽക്കരുത്. ടൂർ അടിക്കരുത് എന്ന് തന്നെയാണ് അബ്ദുറഹീം പറഞ്ഞത്. ടൂർ അടിക്കാൻ നിൽക്കരുത്. അവിടെ നിന്ന് ബാക്കിയുള്ളവരെയും കൂടെ കൂട്ടി എന്നെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട എന്ന് തന്നെ പറഞ്ഞു. ആ പണം ഏത് പണമാണെന്ന് അബ്ദുറഹീമിന് അറിയാം. ആ പണവും ചെലവാക്കി എന്റെ അടുത്ത് വരണ്ട, എനിക്ക് അങ്ങനെ കാണണ്ട. ഞാൻ ഇവിടെ നിന്ന് എന്നെ മോചിപ്പിച്ച് നാട്ടിലേക്ക് വരും. സർവതന്ത്ര സ്വതന്ത്രനായി ഞാൻ ആ നാട്ടിലേക്ക് വരുമ്പോ അപ്പോൾ ഞാൻ എന്റെ ഉമ്മാനെ കണ്ടോളാം. എനിക്കത് മതി. നിങ്ങൾ ആ പണം ചെലവാക്കി ഇങ്ങോട്ട് വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. ആ പണം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അർഹതപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി അവർക്ക് കൊടുക്കുക എന്ന് അബ്ദുറഹീം പറഞ്ഞപ്പോ അത് കേൾക്കാതെ പണം കുറച്ച് ഏറെ കിട്ടി എന്ന് വെച്ചുകൊണ്ട് അവിടെ ദിയാസനം കൊടുത്ത് അബ്ദുറഹീം കണ്ടേക്കണ്. അപ്പോ അതിന് കൂടുതൽ വന്നിട്ടുള്ള പണം എടുത്ത് ധൂർത്തടിച്ചിട്ട് ടൂർ അടിക്കുന്നതിന് അബ്ദുറഹീം എന്താണ് സപ്പോർട്ട് ചെയ്യണോ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. കമന്റുകളിൽ അബ്ദുറഹീമിനെ പൊങ്കാലയിടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10-18 വർഷമായി അബ്ദുറഹീം ജയിലിലാണ്. ഈ ജയിൽ എന്ന് പറഞ്ഞാൽ അത്ര സുഖവാസ കേന്ദ്രമൊന്നുമല്ല. അത് ചെന്ന് കിടന്നാലേ മനസ്സിലാവുള്ളൂ. സൗദി ജയിലിൽ കിടന്നിട്ടുള്ളവർക്ക് അറിയാം. സൗദി ജയിൽ അത് രാജയോഗമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ 10-18 വർഷമായി അടച്ചിടപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തന്റെ ബന്ധനത്തിൽ തന്നെ കൂട്ടിലിട്ടേക്കാണ്. ആ കൂട്ടിൽ നിന്നുകൊണ്ട് തന്റെ ഉറ്റവരെ, തന്റെ ഉടയവരെ, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ അതിനുള്ളിൽ വെച്ച് കാണണ്ട എന്ന് അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ്? അതിന് അദ്ദേഹം വളരെ വ്യക്തമായി കാരണം പറയുന്നുണ്ട്. എനിക്ക് എന്റെ ബന്ധനാവസ്ഥയിൽ എന്റെ ബന്ധുക്കളെ കാണുന്നതിനോട് മാനസികമായി എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് അർഹതയില്ലാത്ത പണം, അവിടെ കുറച്ച് പണമുണ്ട്. ആ പണം ചെലവഴിച്ചുകൊണ്ട് ടൂർ അടിച്ചുകൊണ്ട് ഉമ്മാനെ കൂട്ടി ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന നിലപാടെടുത്തതിൽ എന്താണ് തെറ്റ്? അബ്ദുറഹീമിന്റെ പറഞ്ഞു തന്നെയല്ലേ ശരി. ഇവിടെ എനിക്ക് മറ്റൊന്നുകൂടി പറയാനുണ്ട്. 24-ന്റെ അടക്കം പല ഇത് സംബന്ധിച്ച് വാർത്ത ചെയ്തിട്ടുള്ള പല വാർത്തകളുടെയും താഴെ ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ധാരാളം കമന്റുകൾ കണ്ടു. നിങ്ങൾ മലയാളികളായിട്ട് മറ്റുള്ളവർ ഈ ഉമ്മാന്റെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് പണം തന്നത്, അല്ലാതെ നിങ്ങളെ കണ്ടുകൊണ്ടല്ല. നിങ്ങൾ ഈ കൊടുത്തതിന് എന്തർത്ഥമാണ് സഹോദരങ്ങളുള്ളത്? ഞാൻ ചോദിക്കുക. ഞാനിതിനു മുമ്പ്, ഈ കുട്ടോട്ടി എന്ന ഞാനിതിനു മുമ്പ് നിങ്ങളോട് സഹായം ചോദിച്ചിരുന്നു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. പലരും എന്നോട് പറഞ്ഞു, ആളൊന്ന് മുന്നിൽ വെക്കണം, ആളൊന്ന് കാണണം, നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണെന്ന് കാണണ്ടേ. എന്നോട് വാട്സപ്പിലും ചോദിച്ചു പലരും. നേരിട്ട് വിളിച്ച് ചോദിച്ചു, ആർക്കാണ് ഞങ്ങൾ കൊടുക്കുന്ന അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഞാൻ പറഞ്ഞുണ്ട്. നിങ്ങളെ പൈസ വേണ്ട ഞങ്ങൾക്ക്, അങ്ങനെ അറിഞ്ഞുള്ള പൈസ എനിക്ക് വേണ്ട. അത് കൃത്യമായത് പറയാൻ കാരണമുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചതിന് മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നു എന്ന് കരുതുക, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം വന്നോ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നോ, ആ ഒരു എത്ര ചെറിയ തുകയ്ക്കായാലും സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ മറ്റുള്ള മുമ്പിൽ കൈനീട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അങ്ങാടിയിൽ നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കൂ, ഇദ്ദേഹം വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഇന്ന പ്രശ്നങ്ങൾ ഇദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് ഉദാരമായിട്ട് സംഭാവന ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന ചോദ്യത്തിന് അതില്ല. അപ്പോൾ മറ്റുള്ളവൻ നിൽക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമാണ്. അത് അബ്ദുറഹീമിനും അറിയാം.
അബ്ദുറഹീമിന്റെ ഗതികേട് കൊണ്ടാണ് 34 കോടി രൂപ നിങ്ങൾ എല്ലാവരും കൊടുത്തതെന്ന് മനസ്സിലാക്കണം. അത് ഉമ്മാന്റെ കണ്ണീര് കൊണ്ടൊന്നല്ല. ഉമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ അബ്ദുറഹീമിന് നിങ്ങൾ കൊടുക്കും. പക്ഷെ അബ്ദുറഹീം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന് നിങ്ങൾ കൊടുത്ത ഓരോ രൂപയും വിലപ്പെട്ടതാണ്. അത് അനാവശ്യമായി മറ്റു രീതിയിൽ ചെലവഴിക്കപ്പെടണമെന്ന് അബ്ദുറഹീം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനെന്താ കുഴപ്പം? അതല്ലേ ആ ചെറുപ്പക്കാരൻ ചെയ്തോളൂ. തന്റെ ബന്ധുക്കളോട്, തന്റെ ഉറ്റവരോട് ഫോണിൽ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, തനിക്ക് അർഹതയില്ലാത്ത പണമാണ്, തനിക്ക് പൊരുത്തമില്ലാത്ത പണമാണ്, ബാക്കിയുള്ള പണം ഒരു കാരണവശാലും നിങ്ങളെടുത്ത് ഉപയോഗിക്കരുത്, അത് അർഹതയുള്ള മറ്റുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവസാനം കിട്ടിയവർക്ക് തിരിച്ചയച്ചു കൊടുക്കണം, ആ രീതിയിൽ മതി, എനിക്കതിൽ ഒരു രൂപ പോലും വേണ്ട. ഇതിനു മുമ്പ് ഒരുപാട് പണം പിരിച്ചിട്ടുണ്ട്. അബ്ദുറഹീം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കുന്നതിനും വീട് വെക്കുന്നതിനും ഇനി അത് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനും ഒക്കെ ആ പണം ഉപയോഗിക്കാം എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് അതെനിക്ക് വേണ്ട, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ മതി, ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അധ്വാനിക്കാൻ തനിക്കറിയാം, അങ്ങനെ അധ്വാനിക്കുന്ന പണം കൊണ്ട് താൻ ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ പണത്തിൽ നിന്ന് പണം ചെലവാക്കി ടൂറടിക്കാൻ വേണ്ടി എത്ര പ്രിയപ്പെട്ടവരായാലും ഇവിടെ നിന്ന് സൗദി ജയിലിലേക്ക് ചെന്നാൽ അവരെ കാണാൻ അബ്ദുറഹീം വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അതാണ് ശരി. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് വീണ്ടും എന്തിനാ പോയത്? ആ പണം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പലതവണ പറഞ്ഞ വോയിസുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ഈ ചാനലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സംഭാവന വാങ്ങുന്ന ആൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ, അത് ആ സത്യസന്ധതായിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ, നന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ പണം ഒരു രൂപ പോലും അനാവശ്യമായി ചെലവഴിക്കാൻ അവർ ഇഷ്ടപ്പെടില്ല. ഒരു രൂപ പോലും മറ്റ് അസാൻമാർഗിക മാർഗങ്ങളിലേക്ക് നീങ്ങിപ്പോകാൻ അവർ ആഗ്രഹിക്കില്ല. ഒരു രൂപ പോലും അത് സ്വന്തം ആവശ്യത്തിന് എന്തിനാണോ തനിക്ക് ആ പണം കിട്ടിയത് അതിന്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് സ്വന്തമായി വിനിയോഗിക്കാൻ അവന്റെ മനസ്സിന് അനുവദിക്കില്ല. ആ മനസ്സാണ് കാണേണ്ടത്. ആ മനസ്സിനെ ബഹുമാനിക്കാതെ, ആ വാക്കുകൾ കേൾക്കാതെ, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ, പൊരുത്തം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, അബ്ദുറഹീം പറഞ്ഞതിന്റെ സാരാംശം മനസ്സിലാക്കാതെ ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെയും കൂട്ടി ഉമ്മാനെയും കൂട്ടി അങ്ങോട്ട് ജയിലിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പേരെടുക്കാമെന്നും അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ താരമാകാമെന്നും എന്ത് കരുതിയോ? അങ്ങനെ ടൂർ അടിക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിലുള്ള പ്രശസ്തിക്ക് ആരും ശ്രമിക്കേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. അത് കേൾക്കാതെ പോയതല്ലേ. അപ്പോ അത് കേൾക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുറഹീമിന് വേദന ഉണ്ടാവും. താൻ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ കൂട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് മാത്രമല്ല, അങ്ങോട്ട് പോയ പണമോ, തനിക്ക് അർഹതയില്ലാത്ത പണം, താൻ പറഞ്ഞിട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ധിക്കാരപൂർവ്വം ഇവരെയും വിളിച്ചുകൊണ്ട്, ഈ വൃദ്ധയായ മാതാവാണ്, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാൽ പോകുന്നവരെ അത് മനസ്സിലാക്കണ്ടേ റഹീം എന്താണ് പറഞ്ഞെന്നുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ചെല്ലുമ്പോൾ അബ്ദുറഹീം തനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, അത് മാത്രമാണ് ശരി. അതിന് മറ്റുള്ളവർ പൊങ്കാലിട്ടിട്ട് കാര്യമില്ല.